അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, ഇന്ന് മുഹറം 10 ആശുറാ ദിനമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽ ഒന്നാണ്. ഈ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പല നബിമാർക്കും മഹത്തായ അനുഗ്രഹങ്ങളും വിജയങ്ങളും നൽകിയതായി പണ്ഡിതന്മാർ വിവരിക്കുന്നതായി കാണാം. എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ആദം നബി അലൈഹിസ്സലാമിയുടെ തൗബ സ്വീകരിച്ചത് മുഹറം 10. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ കപ്പൽ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതും മുഹറം 10. സുലൈമാൻ നബി അലൈഹിസ്സലാം നബിക്ക് അധികാരം കിട്ടിയതും മുഹറം 10. ഇദ്രീസ് നബി അലൈഹിസ്സലാമിയെ ആകാശത്തേക്ക് ഉയർത്തിയതും മുഹറം 10. അയ്യൂബ് നബി അലൈഹിസ്സലാമിയുടെ രോഗം സുഖപ്പെട്ടതും മുഹറം 10. യൂനസ് നബി അലൈഹിസ്സലാം നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടതും മുഹറം 10. ഫിറഔനും കൂട്ടരും ചെങ്കടൽ മുങ്ങി കൊല്ലപ്പെട്ടതും മുഹറം 10. മൂസ നബി അലൈഹിസ്സലാം നബിക്ക് തൗറാത്ത് ഇറക്കപ്പെട്ടതും മുഹറം 10. മൂസ നബി അലൈഹിസ്സലാം നബിയെ ചെങ്കടൽ പിളർന്നു ആ വഴിയിലൂടെ പോയി രക്ഷപ്പെട്ടതും മുഹറം 10. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടതും മുഹറം 10. യൂസഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതും മുഹറം 10. യഅ്കൂബ് നബി അലൈഹിസ്സലാമിയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയതും മുഹറം 10. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹ്സൂമാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായതും മുഹറം 10. ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചതും മുഹറം 10. കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പുറക്കപ്പെടുന്ന നോമ്പാണ് മുഹറം 10. മുഹറം 1 മുതൽ 10 നോമ്പ് എടുക്കലും സുന്നത്താണ്. റമളാനിന് ശേഷം പവിത്രമായത് മുഹറം മാസത്തിലെ നോമ്പ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ റമളാൻ കഴിഞ്ഞ ശേഷം പവിത്രമായ നോമ്പ് ഏതാണ്? മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന്. ഇൻഷാ അല്ലാ, ഇന്ന് ആശുറാ ദിനം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ദുആ ചെയ്യുക. ഇന്ന് മുഹറം 10 നോമ്പാണ്. ഈ മഹത്തായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പ്രയാസങ്ങൾ നീക്കുകയും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ നല്ല അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. ദുആ വസിയത്തോടെ.